നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നെടുങ്കണ്ടത്തെ ഇരട്ട കൊലപാതകത്തിൽ ഒടുവിൽ വഴിത്തിരിവ്. പ്രതി സജി തന്നെയാണെന്ന് പ്രതി കുറ്റം സമ്മതിച്ചിരിക്കുകയാണ്. പച്ചടി പൊൻതിട്ടയിൽ മേരിക്കുട്ടി 70 വയസ്സ്, മകൻ റെജി 54 വയസ്സ് എന്നിവരെ കൊലപ്പെടുത്തിയത് താൻ തന്നെയാണ് എന്ന് മേരിക്കുട്ടിയുടെ മകൻ സജി കുറ്റസമ്മതം നടത്തിയിരിക്കുന്നു. സ്വന്തം അമ്മയും സഹോദരനെയും അതിക്രൂരമായി കൊലപ്പെടുത്തിയത് താനാണ് എന്ന് പ്രതി സമ്മതിച്ചിരിക്കുന്നു. സജിയുടെ മാതാവ് മേരിക്കുട്ടിയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ നിന്ന് 2 മൃതദേഹ അവശിഷ്ടങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. ഇത് ആരുടേതാണെന്ന് അറിയാനുള്ള ശ്രമമായിരുന്നു ഇത്രയും നേരം നടന്നത്. പോസ്റ്റ്മോർട്ടം അതുപോലെ തന്നെ മറ്റ് ശാസ്ത്രീയമായ പരിശോധന അടക്കം നടത്തി. അതായത് മൃതദേഹങ്ങൾ മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ അഴുകിയ നിലയിലായിരുന്നു. ഈ മൃതദേഹങ്ങൾ കുഴിച്ചിട്ട ശേഷം കുമ്മായം വിതറിയിരുന്നു. അതുകൊണ്ട് തന്നെ അത് അഴുകിയ നിലയിലാണ് കണ്ടെത്തിയത്. എന്തായാലും അതുകൊണ്ട് തന്നെ ആരൊക്കെയാണ് മരിച്ചതെന്ന കാര്യത്തിൽ വലിയൊരു സംശയമുണ്ടായിരുന്നു. അത് ഇവരാണെന്ന് ഉറപ്പിക്കാൻ അത്തരത്തിലുള്ള ടെസ്റ്റുകളൊക്കെ നടത്തി അത് ഇവർ തന്നെയാണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. പ്രാഥമിക നിഗമനം ഇവർ തന്നെയാണ് എന്നാണ്. സജി കൊലപ്പെടുത്തിയെന്ന് തന്നെയാണ് ഇപ്പോൾ സജി സമ്മതിച്ചിരിക്കുന്നത്. ഈ നിഗമനത്തിൽ അന്വേഷണം, അതായത് തുടക്കത്തിൽ തന്നെ പോലീസിന്റെ നിഗമനവും സംശയവും ഒക്കെ സജി കൊലപ്പെടുത്തിയതാകാം അമ്മയും സഹോദരനും എന്നായിരുന്നു. അതെല്ലാം ശരിവെച്ചുകൊണ്ട് തന്നെയാണ് പ്രതി ഇപ്പോൾ കുറ്റസമ്മതം നടത്തിയിരിക്കുന്നത്. ഈ പോലീസിന്റെ നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം മുന്നോട്ട് പോകവെയാണ് സജി പോലീസിനെ കണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചത്. പിന്നാലെ ഇത് രക്ഷപ്പെടണമെങ്കിൽ ഉറപ്പായിട്ട് പ്രതി ആയതുകൊണ്ടാണല്ലോ രക്ഷപ്പെടുന്നത്. അപ്പോൾ അത്തരത്തിലൊരു സംശയം തന്നെ ബലപ്പെടുകയും പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ പ്രതിയെ കണ്ടുപിടിക്കുകയും പ്രതി കുറ്റസമ്മതം നടത്തുകയും ചെയ്തു. ഇനി എന്തിനാണ് അത്തരത്തിലൊരു ക്രൂരകൃത്യം ചെയ്തത് എന്ന ചോദ്യം ഉയരുകയാണ്. തൻ്റെ ജ്യേഷ്ഠൻ തൻ്റെ വിവാഹത്തിന് തടസ്സം നിന്നിരുന്നു എന്നതടക്കമുള്ള വാദങ്ങൾ ഒരു വശത്ത് ഉയരുന്നുണ്ട്. അത്തരത്തിൽ അവിവാഹിതനാണ് സജി. ഇടയ്ക്ക് നാട്ടുകാരോടൊക്കെ എൻ്റെ വിവാഹം ഉടൻ ഉണ്ടാകും, എല്ലാവരും വരണം എന്നൊക്കെ പറഞ്ഞിരുന്നു. തൻ്റെ ജ്യേഷ്ഠൻ തൻ്റെ വിവാഹത്തിന് തടസ്സം നിന്നു എന്നൊരു കാരണവും കൂടി സജി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ വ്യക്തമായൊരു കാരണം അറിയേണ്ടതായിട്ടുണ്ട്. വീടിന് സമീപത്തുള്ള കടയിലെത്തിയ പ്രതി കീഴടങ്ങുകയായിരുന്നു. മാത്രമല്ല തനിക്ക് തെറ്റ് പറ്റിപ്പോയെന്നും പ്രതി ഈ കടയിലുള്ള വ്യക്തികളോട് പറഞ്ഞു. ഇന്നലെ മുതൽ നാട്ടുകാരും പോലീസും പ്രതിക്കായി തിരച്ചിൽ നടത്തിയിരുന്നു. ഇന്ന് തിരച്ചിൽ നടത്തവെയാണ് സജി സ്വയമേ കീഴടങ്ങിയത്. ഏലക്കാട്ടിൽ നിന്നും സജി പുറത്തിറങ്ങിയത് ഭക്ഷണം കിട്ടാതെ വന്നതോടെയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാട്ടുകാർക്ക് മുന്നിലേക്ക് സജി ഇറങ്ങി വരികയായിരുന്നു. തനിക്ക് തെറ്റുപറ്റിയെന്നും ഇയാൾ പറഞ്ഞു. സജി പോലീസ് കസ്റ്റഡിയിൽ കൊണ്ടുപോവുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ഇവരുടെ വീടിനടുത്തുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ സജിയുമായി സംസാരിച്ച് നിൽക്കുകയായിരുന്നു, അതായത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട്. അതിനിടെയാണ് അന്വേഷണത്തിനായി മറ്റു ഉദ്യോഗസ്ഥർ അങ്ങോട്ട് എത്തിയത്. പിന്നാലെ തന്നെ സജി ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. സ്ഥലത്ത് പോലീസിനായി എത്തിച്ച് നടത്തിയ അന്വേഷണത്തിൽ പറമ്പിന്റെ പരിസരത്ത് നിന്ന് തന്നെ സജിയുടെ ബാഗ് കണ്ടെത്തി. പിന്നാലെ ഉറപ്പിച്ചിരുന്നു ഈ പരിസരത്ത് തന്നെ സജി ഉണ്ടാകുമെന്ന കാര്യം. ഇന്ന് രാവിലെ മുതൽ വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് പോലീസ് അന്വേഷണം നടത്തുകയായിരുന്നു. ഡ്രോണും പോലീസ് നായകളെ ഉപയോഗിച്ചായിരുന്നു അന്വേഷണം നടത്തിയത്. സമീപത്തെ ഏലത്തോട്ടത്തിൽ ഇയാൾ ഉണ്ടാകുമെന്ന നിഗമനത്തിലായിരുന്നു പോലീസിന്റെ അന്വേഷണം. ഇതിനിടെയാണ് തിരച്ചിൽ നടത്തുന്ന നാട്ടുകാർക്ക് മുന്നിലേക്ക് സജി ഇറങ്ങി വന്നത്. പ്രതിയെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാക്കി കൂടുതൽ ചോദ്യം ചെയ്ത് കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. എന്താണ് ഇത്രയും കൊടും ക്രൂര കൊലപാതകം സ്വന്തം അമ്മയെയും സഹോദരനെയും ചെയ്യാൻ കാരണമായത്? മാത്രമല്ല സജിയുടെ പിതാവ് മാത്യുവിനെ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ കാണാതായി. ആ തിരോധാനത്തിൽ സജിക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്നൊരു ചോദ്യവും കൂടിയുണ്ട്. ഇതിനൊക്കെ വ്യക്തമായ ഉത്തരം കിട്ടേണ്ടതായിട്ടുണ്ട്. പ്രതിയെ കൃത്യമായി തന്നെ ചോദ്യം ചെയ്യുകയാണ്. തിരിച്ചറിയാൻ പറ്റാത്ത വിധമാണ് മൃതദേഹങ്ങൾ ഉണ്ടായിരുന്നു. 2 മൃതദേഹങ്ങൾക്ക് ദിവസങ്ങളുടെ പഴക്കമുണ്ടായിരുന്നു. കാണാതായ മേരിക്കുട്ടിയുടെയും റെജിയുടെയും മൃതദേഹമാണോ ഇതെന്ന് ഉറപ്പിക്കാൻ നടത്തുന്ന പോസ്റ്റ്മോർട്ടം പരിശോധന അത് ഏറെ നിർണായകമായി മാറി. അതായത് ഈ 2 പേരെയും, അതായത് മേരിക്കുട്ടിയെയും മേരിക്കുട്ടിയുടെ മകൻ റെജിയെയും ഏപ്രിൽ 9-ാം തീയതി വരെ ആളുകൾ നേരിൽ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇവരുടെ വീട്ടിൽ വോട്ട് ചോദിക്കാൻ എത്തിയ ആൾക്കാരൊക്കെ ഇവരെ നേരിൽ കണ്ടിട്ടുണ്ട് എന്ന് പോലീസിന് മൊഴി നൽകി. അപ്പോൾ ഇതിന് ശേഷമാകാം കൊലപാതകം നടന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൊലപാതകം നടന്നിട്ട് ഒരുപാട് ദിവസമായിട്ടുണ്ടെന്ന് തന്നെ കരുതുന്നു. കാരണം അത്രമേൽ അഴുകിയിരുന്നു മൃതദേഹം. പുതിയ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ മേരിക്കുട്ടിയുടെ ഭർത്താവിന്റെ തിരോധാനം വീണ്ടും പോലീസ് അന്വേഷിക്കും. 2018-ൽ സമാന സാഹചര്യത്തിലാണ് മേരിക്കുട്ടിയുടെ ഭർത്താവ് മാത്യുവിനെ കാണാതാകുന്നത്. ഈ റെജിയും സജിയും ഒക്കെ ഈ അയൽവക്കക്കാരോട് വലിയ രീതിയിലുള്ള ഒരു സൗഹൃദമൊന്നും പുലർത്തിയിരുന്നില്ല. എങ്കിൽ പോലും ഇരുവരും നാട്ടുകാർക്കിടയിൽ സുപരിചിതരാണ്. അടുത്ത കൃഷിയിടങ്ങളിലും നെടുങ്കണ്ടത്തും ജോലി ചെയ്തിരുന്ന ഇരുവരും ശാന്ത സ്വഭാവക്കാരായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. മദ്യപിച്ച് വീട്ടിൽ വഴക്കുണ്ടാക്കുമെന്നതിൽ കവിഞ്ഞ് മറ്റ് നാട്ടുകാർക്ക് യാതൊരു രീതിയിലുള്ള ശല്യവും ഇവരെ കൊണ്ടില്ല എന്നാണ് നാട്ടുകാർ അടക്കമുള്ളവർ പ്രതികരിക്കുന്നത്. 3 വർഷങ്ങൾക്ക് മുൻപ് പക്ഷാഘാതമുണ്ടായ മേരി പൊതുവെ വീടിന് പുറത്തിറങ്ങാറില്ലായിരുന്നു. എന്തായാലും ഇതിനിടയിൽ ആ വീട്ടിൽ എന്താണ് സംഭവിച്ചതെന്ന നടുക്കം പ്രദേശവാസികൾ അടക്കമുണ്ടായിരുന്നു. എന്തായാലും സ്വന്തം മകൻ തന്നെയാണ് ഇത്തരത്തിൽ ആ അമ്മയുടെ ഘാതകനായത് എന്നത് അക്ഷരാർത്ഥത്തിൽ
നടുക്കുന്ന വിവരമായി മാറിയിരിക്കുകയാണ്. മേരിക്കും റജിക്കും എന്തെങ്കിലും സംഭവിച്ചിരിക്കാമെന്ന് സംശയിച്ചിരുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള ദാരുണ മരണം അവർക്ക് സംഭവിച്ചു എന്ന് പ്രദേശവാസികൾ ഒട്ടും കരുതിയില്ല. ഇവരെ കാണാനില്ല എന്ന പരാതി കിട്ടിയതിനെ തുടർന്ന് പോലീസിനൊപ്പം നാട്ടുകാരും കൂടി ചേർന്നാണ് ഇവരെ കണ്ടെത്താനുള്ള പരിശോധന നടത്തിയത്. പോലീസ് എത്തുമ്പോൾ തന്നെ പ്രദേശവാസികൾ വീടിന് സമീപം എത്തിയിരുന്നു. തൊട്ടു പിന്നാലെ മൃതദേഹ അവശിഷ്ടം കണ്ടെത്തിയതോടെ വിവരം അറിഞ്ഞെത്തിയ നാട്ടുകാർ വീടിന് സമീപം നിറയുന്ന സാഹചര്യമുണ്ടായി. പ്രദേശത്താകമാനം അസഖ്യമായ ദുർഗന്ധമാണ് വമിച്ചത്. പക്ഷെ അതൊന്നും വകവയ്ക്കാതെ നാട്ടുകാർ തടിച്ചുകൂടി. വീടിന് സമീപം വലിയ രീതിയിൽ കാട് പിടിച്ച നിലയിലാണ് ആയിരിക്കുന്നത്. ഏലക്കാടുകൾക്കിടയിൽ പോലീസ് പരിശോധന നടത്തുകയും ചെയ്തു. ഫോറൻസിക് ഡോഗ് സ്ക്വാഡ് ഉദ്യോഗസ്ഥർ എത്തിയ ശേഷം ഉച്ചയ്ക്ക് 1:45 2 മൃതദേഹ അവശിഷ്ടങ്ങളും കണ്ടെത്തിയത്. തുടർന്ന് അവശിഷ്ടങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുമ്പോഴും വാർത്തയറിഞ്ഞെത്തിയ ഒട്ടേറെ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. മാത്രമല്ല, ഈ വീട്ടിലൊരു വളർത്തു നായയുണ്ട്. അല്ലാതെ ഒരു ദൃക്സാക്ഷി എന്ന് പറയാൻ ഈ വീട്ടിൽ ആരുമില്ല. പ്രത്യേകിച്ച് ഈ ഒരു കൊലപാതകം കണ്ടു, അല്ലെങ്കിൽ സജി തന്നെയാണ് കൊലപ്പെടുത്തിയത്, സജി തന്നെയാണ് ദൃക്സാക്ഷി. ഇവരെ കൂടാതെ ഒരു വളർത്തു നായ കൂടിയുണ്ട് ഈ വീട്ടിൽ. കുഴിച്ചിട്ട നിലയിൽ മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതും വളർത്തു നായയുടെ കൂടിന് സമീപത്ത് നിന്നാണ്. പൊട്ടിപ്പൊളിഞ്ഞ കൂടിന് മുൻപിൽ കെട്ടിയിട്ടിരുന്ന നായ അന്വേഷണത്തിന് പോലീസിന് നേരെ കുരച്ചു ചാടിയിരുന്നു. തുടർന്ന് ഉദ്യോഗസ്ഥരാണ് നായയെ കൂട്ടിലാക്കിയത്. പിന്നീട് വീട്ടിൽ 100 കണക്കിന് ആളുകൾ കൂടിയെങ്കിലും നായ നിശബ്ദനായിരുന്നു. മാത്രമല്ല, പോലീസിനെതിരെയും പരാതി ഉയരുന്നുണ്ട്. സംഭവത്തിൽ പോലീസ് അന്വേഷണം വൈകി എന്നാണ് പരാതി. അമ്മയെ മകനെ കാണാനില്ല എന്ന നാട്ടുകാരുടെ പരാതിയിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ആവശ്യമായ പരിശോധനയ്ക്ക് കാലതാമസം വന്നത് അന്വേഷിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതി അഭിഭാഷകനും പൊതുപ്രവർത്തകനുമായ കുളത്തൂർ ജയ്സിംഗ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. ഇളയ മകൻ സജിയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ ചിലർ പോലീസിൽ വിവരം അറിയിച്ചതാണ്. ഞായറാഴ്ച വൈകിട്ടോടെ നെടുങ്കണ്ടം പോലീസ് സ്ഥലത്ത് എത്തുകയും ചെയ്തിരുന്നു. ഇതേസമയം ബാഗുമായി എത്തിയ സജി പോലീസ് വാഹനം കണ്ടാണ് ഓടിപ്പോയത്. തുടർന്ന് തിരച്ചിൽ നടത്തിയെങ്കിലും സജിയെ കണ്ടെത്താനായില്ല. പിന്നീട് ഇന്നലെ രാവിലെ പോലീസ് എത്തി പരിശോധന നടത്തുന്നു, കൊലപാതക വിവരം അറിയുന്നു. പിന്നാലെ ഇന്ന് നടത്തുന്ന പരിശോധനയിലാണ് പ്രതിയെ കണ്ടെത്തിയത്. അപ്പോൾ ഇതിനിടയിൽ എന്തെങ്കിലും പോലീസിന് വീഴ്ച സംഭവിച്ചു എന്ന ഒരു ആരോപണമാണ് ഉയരുന്നത്. കാലതാമസം ഉണ്ടായി എന്ന ആരോപണം ഉയരുന്നുണ്ട്. പോലീസിനെതിരെ ഗുരുതര ആരോപണം ഉയരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.